ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം നാമം 121. ഓം വരാരോഹായ നമഃ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. നാമം 121. വരാരോഹഃ. വരമായ ആരോഹമുള്ളവൻ എന്നാണ് ഈ നാമത്തിനർത്ഥം. വരം എന്നതിന് ശ്രേഷ്ഠമായത്, ഏറ്റവും സുന്ദരമായത്, മറ്റുള്ളവയേക്കാൾ മെച്ചപ്പെട്ടത് എന്നിങ്ങനെയുള്ള അർത്ഥതലങ്ങളുണ്ട്. ആരോഹഃ എന്നതിന് വാഹനത്തിൽ കയറുന്നവൻ, ഉയരുന്നവൻ, ഉയർച്ച എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളുണ്ട്. ആരോഹ ശബ്ദത്തിന് മടിത്തട്ട് എന്ന അർത്ഥവുമുണ്ട്. വേദരൂപനായ, ഏറ്റവും ശ്രേഷ്ഠനായ ഗരുഡൻ വാഹനമായുള്ളതുകൊണ്ട് ഭഗവാനെ വരാരോഹഃ എന്ന് പറയുന്നു. സജ്ജനങ്ങളുടെ മനസ്സാണ് ഭഗവാന്റെ വാഹനം. അതിൽ യാത്ര ചെയ്യുന്നവനായതുകൊണ്ടും ഭഗവാനെ വരാരോഹഃ എന്ന് പറയുന്നു. എല്ലാ ജീവികളെയും മാതൃവാത്സല്യത്തോടെ തൻ്റെ മടിത്തട്ടിൽ സ്വീകരിക്കുന്നത് കൊണ്ടും ഭഗവാനെ വരാരോഹഃ എന്ന് അഭിസംബോധന ചെയ്യുന്നു. വരാരോഹ എന്ന സ്ത്രീലിംഗ ശബ്ദത്തിന് ശ്രേഷ്ഠയായ സ്ത്രീ, സുന്ദരി എന്ന് അർത്ഥമുണ്ട്. പാലാഴി മഥനം കഴിഞ്ഞ് അമൃത് അപഹരിച്ച അസുരന്മാരെ മോഹിപ്പിക്കുവാൻ വിഷ്ണു ഭഗവാൻ മോഹിനി രൂപം ധരിച്ച് വന്നിരുന്നു. ഭഗവാന്റെ രൂപം കാമദേവനെ ചുട്ടരിച്ച ശ്രീ പരമേശ്വരനെ പോലും ഭ്രമിപ്പിച്ചു. അതിസുന്ദരമായ സ്ത്രീരൂപം സ്വീകരിച്ചവനായതുകൊണ്ടും ഭഗവാനെ വരാരോഹഃ എന്ന് സ്തുതിക്കുന്നു. ഹരേ കൃഷ്ണ.